ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ വീടാട്ടോ. എൻ്റെ വീട്ടിലാണേ ആയിരിക്കണം. അവിടെ നിന്നാണ് ഇൻട്രോ എടുക്കണത്. നെതിയോട്ടം വന്ന് അപ്പോൾ ഇവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു വരേണ്ടത്. അപ്പം ഇവിടെ വന്നതാണ്. ഇത് കുട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വീഡിയോ എടുത്തേക്കണേ. നിങ്ങളെല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് പോകാം. അപ്പോൾ ഇത് രാവിലെ ഏറ്റു വന്നപ്പോൾ തന്നെ അമ്മ പയറും കടലയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പയർ രാവിലെ ഇടിയപ്പത്തിനും കടല ഇടിയപ്പത്തിനും പയർ ഉലത്താനുമായിട്ടൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ ഞാൻ നേരെ എന്നാൽ അതിലേക്കുള്ള പണിയിലേക്ക് പോവുകയാണ്. സബോളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ അരിയാന്നോർത്ത് എല്ലാം പൊളിച്ച് റെഡിയാക്കി വെക്കും. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ വീട് വരാൻ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യാമെന്നോർത്ത് സബോള എടുത്ത് അരിയാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ്. ഞാനിങ്ങനെയാട്ടോ അരിയണേ. ഇങ്ങനെ നീളത്തിൽ അരിയാറില്ല. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുള്ളത്, നൈസായിട്ട് അരിയാറുള്ളൂ. എനിക്കതാട്ടോ എളുപ്പം. ബാക്കി ഇവിടെ അമ്മയൊക്കെ നീളം അരിയണം. ഞാനിങ്ങനെ കുഞ്ഞു കഷ്ണമായിട്ടാണ് അരിയണം. അപ്പോൾ സബോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ച് ഇത് പയറിലേക്കും കൂടി ഉള്ളതാട്ടോ. അപ്പോൾ കടലേക്ക് മല്ലിപ്പൊടിയും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ചീനച്ചട്ടി ഇന്ന് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ഒഴിച്ച് കടുകും ഇട്ട്, കഴിഞ്ഞ വീഡിയോ കടുകില്ലെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ കടുകൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സബോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ വാട്ടും കേട്ടോ. അത് പെട്ടെന്ന് വാടി വരാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ നല്ലപോലെ ഇളക്കുകയാണ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പകുതി വേവായപ്പോൾ ഞാൻ ഒരു കഷ്ണം തക്കാളിയും കൂടി അതിനകത്തേക്ക് ഇട്ടായിരുന്നു. അത് നല്ലപോലെ വാടി കഴിഞ്ഞപ്പോഴാണ് മുളകും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി അതിനകത്ത് ഇട്ടത് കേട്ടോ. കുറേ കഴിഞ്ഞ് നല്ലപോലെ വാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ നൂഡിൽസിൻ്റെ മസാല ടേസ്റ്റ് മേക്കറിന് അതും ഇച്ചിരി ഇട്ട്, അത് ഇടാറില്ല, അത് കണ്ടപ്പോൾ ഇട്ടതാണ്. പിന്നെ വേവിച്ച് വെച്ച കടലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി. എന്നിട്ട് ഇങ്ങനെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയായിരുന്നു കേട്ടോ. കടലക്കകത്ത് വേവിച്ചപ്പോൾ ഉപ്പിട്ടാണല്ലോ, അപ്പോൾ പാകമായിരുന്നു. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ ഞാൻ കടല വേവിച്ചപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിനകത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട്. ജാറിനകത്താക്കി അടിച്ച് മിക്സിയിൽ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് കടലക്കറി നന്നായി തിക്കിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയാട്ടോ അത് ഒഴിച്ചില്ല, പച്ചവെള്ളം പോലെ കിടക്കും. അപ്പോൾ അതേ കടലക്കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ആ ടേസ്റ്റ് മേക്കറും കൂടി ഇടുമ്പോൾ കറിക്ക് വേറൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ അതിനുള്ളിൽ ബാലൻസ് ചെയ്യാനായിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് ഞാൻ മിക്കലും പഞ്ചസാര ഇടും കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് തീയും കുറച്ച് വെച്ച് ഇനി അവിടെ ഇരുന്ന് എണ്ണയൊക്കെ തെളിഞ്ഞോളും. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഇടിയപ്പത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണത്. ഇടിയപ്പത്തിനുള്ള വെള്ളം എടുത്തു അതിനകത്തേക്ക് ഉപ്പിട്ട് തിളപ്പിക്കാനായിട്ട് ഗ്യാസിലേക്ക് വെക്കുക. അപ്പോൾ പൊടിയെടുത്ത് ഇടിയപ്പത്തിനൊക്കെ ഞങ്ങൾ അരിപ്പൊടി അജ്മീടെ ആട്ടോ ഉപയോഗിക്കാറ്. അജ്മീടെയാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും, സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരുമോ നിങ്ങൾക്ക്. അജ്മീടെ റൈസ് പൗഡറാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ സഹായം തേടി. കാരണം ചൂടുവെള്ളം ആയതുകൊണ്ട് എല്ലാം കൂടി എനിക്ക് ഒറ്റ കയ്യിൽ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അമ്മേനെയും കൂടി വിളിച്ച്, അമ്മയാട്ടോ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണത്. ആദ്യം വെച്ച വെള്ളം പോരായിരുന്നു. പിന്നെ അമ്മ രണ്ടാമത് ഗ്യാസിൽ വെള്ളം വെച്ച് റെഡിയാക്കി തരുവാട്ടോ. പിന്നെ ഞാൻ പൊടി കുഴക്കണതിൽ അത്ര എക്സ്പേർട്ടല്ല. ചിലപ്പോഴല്ല മിക്കപ്പോഴും അത് പാളി പോകാറുണ്ട്. എന്നാൽ 2-3 പ്രാവശ്യം ചെയ്തത് സക്സസ് ആയിരുന്നു. പിന്നെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മേനെ വിളിച്ച്, അപ്പോൾ അമ്മ എനിക്കത് ശരിയാക്കി തരുവാട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അമ്മ ഇത് തന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് പൊടിയുടെ. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ തട്ടയിൽ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് വെള്ളവും വെച്ച് സ്റ്റൗവിൽ വേവിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ തട്ടയിൽ ഇത് ഭയങ്കര പാടാട്ടോ ഈ അച്ചിങ്ങനെ കറക്കാനായിട്ട്. അതിങ്ങനെ ഇടയ്ക്ക് സ്റ്റക്കായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര പടമാറ്റം ഇങ്ങനെ തോക്ക് പോലത്തെ സാധനം. അതാകുമ്പോൾ ഞെക്കുമ്പോൾ വേഗം വരും. ചിലവർക്ക് ഇതാണ് എളുപ്പം. ആദ്യമൊക്കെ ഇത് എളുപ്പമായിരുന്നു. ഇതെന്താണോ ഇന്നെടുത്തപ്പോൾ ഇതിങ്ങനെ സ്റ്റക്കായി പോകുമായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ വേഗം ഒപ്പിച്ച് വെച്ച്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ലേറ്റായി ഏറ്റത്. ദേവന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് പിന്നെ ലേറ്റായി. അപ്പോൾ പോവുകയും കൂടി ചെയ്യേണ്ട കാരണം വേഗം പണി ചെയ്യാൻ ഓർത്ത് അന്നാരാണ് ഇങ്ങനത്തെ ഒരു പണി കിട്ടിയത്. എന്നാലും തോറ്റു കൊടുത്തില്ല. ഇടിയപ്പം ഉണ്ടാക്കേണ്ട കാര്യമുള്ളതെന്നും പറഞ്ഞ് ഇടിയപ്പത്തിൻ്റെ ഇതിനോട് യുദ്ധം നടത്തി റെഡിയാക്കി വെച്ചൊരു കണക്ക്. അപ്പോൾ അത് ഇടിയപ്പം റെഡിയായി. അതിനകത്ത് പുറത്ത് വെച്ചിട്ട് തേങ്ങാപ്പീര ഇട്ടിട്ട് ഞാൻ അത് സ്റ്റൗവിനകത്ത് വെച്ചു കേട്ടോ. അപ്പോൾ
ഞാൻ ഇപ്പുറത്തെ ചട്ടിയിൽ പയർ വളർത്താനായിട്ട് ചീനച്ചട്ടി വെച്ചു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചീനച്ചട്ടി മാറ്റി ചീനച്ചട്ടി വേറെ ഇരിപ്പുണ്ട്. എനിക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ആ ചീനച്ചട്ടി എടുത്തത്. ഞാൻ ഒരു ചീനച്ചട്ടി മതിയല്ലോ, കഴുകി ഉപയോഗിക്കാം, അതിനാകുമ്പോൾ വെയിറ്റും കുറവ്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ട് വേപ്പിലയും കൂടി ഇട്ട് ബാക്കി അരിഞ്ഞു വെച്ച സബോളയും കൂടി അതിനകത്തേക്ക് തട്ടി. ഇത് കറുത്ത പയറാട്ടോ. കറുത്ത പയർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് വെള്ളൂരിൽ നിന്ന് അമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി എണ്ണയായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി, എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നല്ലപോലെ ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ചതമുളക് മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത്. ഞാൻ എല്ലാത്തിനും ചതമുളക് ഇടും കേട്ടോ. പിന്നെ സാധാരണ നമ്മുടെ മുളക് പൊടി ഇച്ചിരി ഇടാറുണ്ട്. ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ്. വിധുക്കുട്ടന് മാത്രമേ പിന്നെ എരിവ് വഴി കൂടി പോലും പോകാത്തത്. എന്നാലും ഞാൻ കുറച്ചൊക്കെ കൊടുക്കും. എരിവ് ഇട്ട് ഇതൊന്നും അവൻ തിന്നിയില്ല. പുള്ളിക്ക് എല്ലാത്തിൻ്റെ ഒരു അതായത് പച്ചച്ചോറ്, രാവിലത്തെ പലഹാരത്തിനൊക്കെ കറി ഇല്ലാണ്ടൊക്കെ തിന്നാനാണ് ഇഷ്ടം പുള്ളിക്ക്. അതുകൊണ്ട് പുള്ളിയുടെ കറിയൊക്കെ കൂട്ടണതൊക്കെ കണക്കാം. പപ്പടവും വെളിച്ചെണ്ണയൊക്കെയാണ് പുള്ളിക്ക് ഇഷ്ടം. അപ്പോൾ ഇത് ഞാനിവിടെ റെഡിയാക്കി ആ കറുത്ത പയറും കൂടി അതിനകത്തേക്ക് ഇട്ട് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നല്ലപോലെ ഇളക്കി കാണുമ്പോൾ തന്നെ എന്തല്ലേ രസം. മുത്ത് കിടക്കും പോലെ കിടക്കും, കറുത്ത മുത്ത്. അപാര ടേസ്റ്റും ആട്ടോ ഈ പയറിന്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പയർ. ഞാൻ ഈ ഫോണ് ഒരു കയ്യിൽ ഫോൺ പിടിച്ചതുകൊണ്ട് സ്റ്റാൻഡില്ലായിരുന്നു, നമുക്ക് ട്രൈപോഡ് ഇല്ല. ഉണ്ടായിരുന്നു പറഞ്ഞാൽ മരിച്ച് കിടക്കുവാണ്. ഇനി ഒരെണ്ണം മേടിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ആകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വീഡിയോ തലതിരിച്ചെടുത്തേക്കണം. അതിൻ്റെ ആട്ടോ ഈ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ. ഈ ഇളക്കുമ്പോൾ ഫോൺ ഷെയ്ക്ക് ആകണം. അതിൻ്റെ അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ആ ഉപ്പും കൂടി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കുക. പിന്നെ ഈ കയ്യിൽ ഫോൺ ആയതുകൊണ്ട് മറ്റേ സാധനം പിടിക്കാൻ പറ്റില്ലല്ലോ, കൂടില്ല. അപ്പോൾ ഇച്ചിരി പച്ചക്കറി വേപ്പിലയും കൂടി അതിനകത്തേക്ക് ഇട്ട് അങ്ങനെ പയറ് കറി സെറ്റപ്പായി. അപ്പോൾ ഞാൻ ഒരു ഭംഗിക്ക് അമ്മയുടെ ഒരു ഇല മുറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അമ്മ ഒരു ഇല മുറിച്ചുകൊണ്ട് വന്നു. അതൊരു പാത്രത്തിൻ്റെ ഷേപ്പിലൊക്കെ വെട്ടി ദേവൻ അതിന് കൊടുക്കാമെന്ന് ഓർത്ത്. പിന്നെ റീലും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച ഷോർട്സും കൂടി എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ ചെയ്തത്. അപ്പോൾ ദേവൻ അത് കൊടുക്കാൻ ചിലപ്പോൾ കഴിക്കില്ല, ഇതൊക്കെ മാറ്റാൻ പറയും. പക്ഷേ എന്തോ ഭയത്തിന് പുള്ളി അത് കഴിച്ച്. അപ്പോൾ ഞാൻ ദേവന് ഫുഡ് കഴിക്കാൻ കൊടുത്താട്ടോ രാവിലെ. പുള്ളി അത് ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എൻ്റെ വീടിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്, ചുങ്കത്തിൽ. ഞാനും ദേവനും വിധുക്കുട്ടനൊക്കെ ഉണ്ട്. അല്ലേ ദേവ? അപ്പോൾ പോയിട്ട് വരാമെന്ന് പറ. നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാമെന്ന് പറ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. കിച്ചു ഉണ്ട് കേട്ടോ. ഹായ് പറ. കിച്ചു എന്നും രാവിലെ വരും കേട്ടോ. വീഡിയോ എടുത്തോ എന്ന് ചോദിച്ച്. കിച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചുവാണ് എൻ്റെ മോട്ടിവേറ്റർ. പിന്നെ വിധുക്കുട്ടൻ. അപ്പോൾ ഓട്ടോയൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് പോലും 5 മിനിറ്റ് മതി എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോവാണ്. ദേവൻ എണീറ്റ് നിൽക്കണോണ്ട് ഞാൻ പറയാം, ദേവ അവിടെ ഇരിക്കും, വീഴും, വണ്ടി വരും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വിധുക്കുട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ബൈക്കേ പോകണമെങ്കിലും ഇഷ്ടമാണ്, ഓട്ടോയിൽ പോകണം. അപ്പോൾ ഞാൻ ആ പുള്ളി ഓടിക്കുന്നതൊക്കെ വീഡിയോ എടുത്താൽ ചേട്ടൻ ഓടിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ദേവിൻ്റെ വീടിൻ്റെ വാതിക്കലെത്തി. അപ്പോൾ ഇതാട്ടോ ആ കാണുന്നതാണ് എൻ്റെ വീട്. വാതിക്ക് തന്നെ ആ ചേട്ടൻ സൈക്കിൾ ഇരിപ്പുണ്ട്. പക്ഷേ അവിടെ ഒന്നും ആരെയും കണ്ടില്ല. അവരൊക്കെ അടിയന്തര വീട്ടിലേക്ക് പോയെന്ന് തോന്നുന്നു. അവിടെ ആരും ഇല്ലായിരുന്നു. തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടുണ്ട്. വലയും വെച്ചിട്ടുണ്ട്. അച്ചായി ഇടയ്ക്ക് ചൂണ്ടിടാനും വലയിടാനൊക്കെ പുഴയിൽ പോകാറുണ്ട്. അപ്പോൾ അതുമൊക്കെ വിരിച്ചു വെച്ചിട്ടുണ്ട്. ആരുമില്ല. ജനലൊക്കെ തുറന്നിടക്കുക, വാതിലടച്ചിട്ടേ കൊണ്ട് ആരുമില്ല. ഞങ്ങൾ അകത്തൊന്നും കയറിയില്ല, അവരവിടെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ അടിയന്തര വീട്ടിലേക്കാണ് പോകുന്നത്. ദേവൻ ആ വല കണ്ടപ്പോൾ അതിനകത്ത് കയറണമെന്ന് പറഞ്ഞ് വലയെ പിടിച്ച് വെക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചു വന്നിട്ട് കയറാടാ, നീ ഓടി വാന്നും പറഞ്ഞ് വേഗം പോവാം. പിന്നെ എൻ്റെ വെറും പട്ടിഷോ. ഞങ്ങളുടെ പുറകിലാണ്, എൻ്റെ വീടിൻ്റെ പുറകിലാണ് അവരുടെ വീട്. ഒരു കുറച്ചങ്ങ് പോയാൽ മതി, കുറച്ചൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ ഹോം ടൂർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ നീല ഷീറ്റ് കാണുന്നുണ്ടോ എന്ന് അറിയാൻ മേല, അവിടെ ആട്ടോ അവരുടെ വീട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ ഒരു ചമ്മലായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ അവരൊക്കെ കാണാത്ത രീതിയിൽ എടുത്തു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ആ പിള്ളേർക്ക് പായസം മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനും അമ്മയും പിള്ളേരും കൂടി, ഞാൻ കുടിച്ചില്ല, പായസം കുടിക്കാനായിട്ട് പോകുമായിരുന്നു. വിധുക്കുട്ടന് ഇഷ്ടമായില്ല പായസം. ദേവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പായസം. ദേവൻ സൂപ്പറാന്നൊക്കെ പറയുവാണ് പായസം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ബിന്നിയാൻറ്റി വന്നപ്പോൾ ബിന്നിയാൻറ്റി നീ വീഡിയോ ചാനലൊക്കെ തുടങ്ങിയോടി ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്ന കേട്ടോ. അപ്പോൾ ഒരു കോള് വന്ന് പുള്ളിക്കാരി ഫോണിൽ സംസാരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ചോറുണ്ണാനിരുന്ന് ദേവനോട് ഞാൻ പറയുകയാണ് മൊത്തം ചോറും കഴിക്കണം, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയില്ല, ഈ മിണ്ടൂല്ല എന്നൊക്കെ പറയുവാണ്. പുള്ളിക്ക് പൊതുവേ സദ്യയുടെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ സദ്യയൊക്കെ ഒഴിച്ച് ചോറ് വന്നില്ല, ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ വിധുക്കുട്ടൻ ഒരു തുള്ളി പോലും തിന്നില്ല. നല്ല സദ്യയായിരുന്നു കേട്ടോ.
അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുവാണ്. പായസവും കുടിച്ച് കംപ്ലീറ്റ് ആക്കി ഫിനിഷ് ചെയ്ത്. അപ്പോൾ ദേവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സദ്യ. അപ്പോൾ ദേവൻ പറയുക സൂപ്പറാണ് അമ്മ, അടിപൊളിയാണ്. അപ്പോൾ ദേവൻ എത്താത്തതുകൊണ്ട് ദേവൻ എണീറ്റിരുന്ന് തിന്നു കേട്ടോ. ദേവൻ ചിരിച്ചാൽ കാണിക്കുക. ദേവൻ ഇടങ്കൈക്കാണ് ഭക്ഷണം കഴിക്കണത്. എല്ലാ കാര്യങ്ങളും ഇടങ്കൈക്കാണ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ ടീച്ചർ പറഞ്ഞ് അത് മാറ്റി ഇപ്പോൾ വലത്തെ കൈക്ക് എഴുതും. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അച്ചായ്ക്ക് വയ്യാന്നും പറഞ്ഞ് എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. അച്ചായ്ക്ക് ഷുഗർ കുറഞ്ഞു, ഇപ്പോൾ കിടക്കുമായിരുന്നു. അത് അച്ചയുടെ കൂട്ടുകാരാട്ടോ, രായപ്പാച്ചനും അശോമാമൻ്റെ വീട് അടുത്താണ്, രായപ്പാച്ചൻ്റെ വീടും അടുത്താണ്. അപ്പോൾ അച്ചായ അവിടെ കിടന്ന് അവന്മാരെയൊക്കെ കളിപ്പിക്കുക. അപ്പോൾ ഞാനും അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറയുക. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, രണ്ടുപേരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ എന്ന്. അപ്പോൾ രായപ്പച്ചൻ പറയുക 1, 2, 3 ലൈക്കൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ദേവനെ അശോമാവനിട്ട് കളിപ്പിക്കുക വിധുക്കുട്ടനെ. അപ്പോൾ അച്ചായ എഴുന്നേറ്റ് വിധുക്കുട്ടൻ പറയാം വിധുക്കുട്ടന് ഹോണിംഗ് ബെൽ അടിക്കണം. അപ്പോൾ ആ ഭിത്തി ഒട്ടിച്ചേക്കണേ വിധുക്കുട്ടൻ്റെ പേരാട്ടോ. വിധുക്കുട്ടൻ്റെ 28 കെട്ടിന് പേരൊട്ടിച്ചാണ്. ധൻവിക് ദേവ് എന്നാണ് വിധുവിൻ്റെ ശരിക്കുമുള്ള പേര്. അതിൻ്റെ അകത്തൊരു ഐ യുവമാർ തന്നെ പറിച്ചെടുത്ത് പോയി. എപ്പോഴും ചെല്ലുമ്പോൾ വിചാരിക്കും ഐ എടുത്ത് ഒട്ടിക്കണമെന്ന്, മറന്നു പോവും. ധൻകെ ദേവ് എന്നല്ല, ധൻവിക് ദേവ് എന്നാണ് വിധുവിൻ്റെ പേര്. അപ്പോൾ അവർ ചോറിനാനായിട്ട് അടിയന്തര വീട്ടിലേക്ക് പോവാട്ടോ. ഹായ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് വീഡിയോ എല്ലാവരും കാണുന്നതോടൊപ്പം ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ, സീ യു.